Hi, Namaste, welcome back to my channel Minchena. ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് തിരിച്ചറിയാനായിട്ട് നമ്മുടെ സോഫ്റ്റ് മിനിറ്റിൻ്റെ 8.1 വേർഷനിലൂടെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഫോറക്സിൻ്റെ ഗോൾഡിൻ്റെ പെർഫോമൻസ് ആണ്. 3 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ബൈ ട്രെൻഡാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് 1 അവർ പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വന്ന ബൈസിക്കിൾ പ്രകാരം 2911 നിന്ന് എടുത്ത് ട്രേഡ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് 32 പോയിന്റോളം ബൈ കയറി നിൽക്കുകയാണ്. ഇപ്പോഴും ബൈ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അവിടെ സെൽ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നവർക്ക് നമുക്ക് ആക്ച്വലി നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് 30 മിനിറ്റ്സ് നമുക്ക് 1 അവർ കൂടെ കമ്പയർ ചെയ്തിട്ട്, അതായത് നമുക്ക് എങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് തിരിച്ചറിയാൻ പറ്റും, നമുക്ക് അതിലൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എങ്ങനെ പിടിക്കാൻ പറ്റും, അതോടൊപ്പം സ്കാൽപ്പിങ്ങിൻ്റെ പെർഫോമൻസ് കൂടെ ഞാനിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതിനകത്ത് നമുക്ക് ഇപ്പോഴും ബൈ കണ്ടിന്യൂഷൻ ആണ്, താഴെ ഗ്രീൻ ആണ്. അപ്പം ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ ലേറ്റസ്റ്റ് പൈസകൾ നമുക്ക് തന്നിരിക്കുന്ന മെയിലിൽ 2946 ബൈ വന്നു, 3 മണിക്ക് വന്നതാണ് ഇന്ന്. അതിൻ്റെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ബൈ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെല്ല് നമുക്ക് ഇവിടെ ഓൾറെഡി നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ സെല്ല് കൺഫേം ആഴ്ചയ്ക്ക് തിരിച്ച് കയറുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സിഗ്നൽ വരുന്നതിന് മുമ്പേ ട്രേഡ് എടുക്കാമായിരുന്നു. അത് ഓൾമോസ്റ്റ് 36 അവിടെ നിന്ന് കയറിയാണ്. ഇപ്പോഴും പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ഡൗൺ ഇറങ്ങിയിട്ടും സെല്ലായിട്ടില്ല. അത് നമുക്ക് 5 മിനിറ്റ്സിലൂടെ കറക്റ്റായിട്ട് അവിടെ ഇൻഡിക്കേഷൻ തരും. ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ എവിടേക്ക് ഇവിടെ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു ബൈ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇടയ്ക്ക് ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്നവർക്ക് നമുക്ക് ഇവിടെ 2 ട്രേഡ് പിടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബൈ ട്രേഡ് പോയി 42 നമുക്ക് മാർക്കറ്റ് നേരെ കയറി 48 വരെ പോയിട്ട് തിരിച്ച് ഇവിടെ മാർക്കറ്റ് പിന്നെയും ഡൗൺ ഇറങ്ങി 42 പിന്നെയും കയറി. ഇപ്പോൾ 45 ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സെൽ സിഗ്നൽ സോഫ്റ്റ്വെയർ തന്നിട്ട് കൺഫേം ആ സ്ഥിതിക്ക് നമുക്കവിടെ സെല്ലില്ല, തിരിച്ചു കയറുന്ന ഉറപ്പാണ്. കാരണം താഴത്തെ സോൺ അവിടെ ഗ്രീൻ ആയ സ്ഥിതിക്ക് അത് ബൈ തന്നെ തിരിച്ചു കയറാനുള്ള ചാൻസ് ഉറപ്പാണ്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് അവിടെ താഴെ നിന്ന് നമുക്കൊരു ബൈ ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഇപ്പൊ പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞ പോലെ അടുത്ത ട്രേഡ് അവിടെ എടുക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ സിഗ്നൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം 30 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്ത് ഞാൻ കാണിച്ചിട്ട് ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ബൈസിക്കിൾ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് മേളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈ വന്നിരിക്കുന്നത് നമുക്ക് ആക്ച്വലി 3 മണിക്കാണ്. അതിന് മുമ്പ് സെല്ലും വന്നിട്ടുണ്ട്. പക്ഷേ ഈ സെല്ല് ഇവിടെ എടുക്കാൻ പറയുന്നില്ല. താഴെ കൺഫർമേഷൻ ബാറിൽ കാരണം ഒരു സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും കൂടെ മാച്ച് ചെയ്യണം, എന്നാലും ട്രേഡ് എടുക്കുന്നുണ്ട്. ഇവിടെ മാച്ചിങ് ആയിട്ടില്ല, അപ്പോൾ അതിന് ട്രേഡ് ഇല്ല. അപ്പോൾ ബൈ നേരത്തെ എടുത്തവർക്ക് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യാം. കാരണം ബൈ തന്നെ കണ്ടിന്യൂഷൻ ആണ് അവിടെ പറയുന്നുണ്ട്. അവിടെ ഒരു സെൽ സിഗ്നൽ ഇന്നലെ തന്നിട്ട് ഇടയ്ക്കൊന്ന് ഡൗൺ ഇറങ്ങാൻ നോക്കിയിട്ടും സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. സിഗ്നൽ തരാൻ സ്ഥിതിക്ക് ബൈ കണ്ടിന്യൂ ആണ്. അപ്പോൾ പേഷ്യൻസ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് നമുക്ക് അവിടെ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല നമുക്ക് പുതുതായിട്ട് ഇവിടെ പിന്നെ ഒരു ബൈ തന്നിട്ടുണ്ട്. ആ ബൈ പിന്നെ ഇപ്പോൾ കയറാൻ നോക്കുന്നു. ഇപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും അതൊരു അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് ചാൻസ്. അവിടെ ധൈര്യമായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് പിടിക്കാം. ഇപ്പം മിനിങ്ങാന്നത്തെ ആ ട്രേഡ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. രാവിലെ ഒരു അപ് ട്രെൻഡ് പോയി കൺഫേം ആയിട്ട് ബ്രേക്കൗട്ട് പോയത് ഇവിടുന്നാണ്. അപ്രോക്സിമേറ്റ് 2903 പോയത് ഒറ്റയടിക്ക് ഫുള്ള് മാർക്കറ്റ് ബൈ തന്നെയായിരുന്നു, കണ്ടിന്യൂഷൻ ആയിരുന്നു. പിറ്റേ ദിവസമാണ് സൈഡ് വേസ് വന്നത്. അപ്പം ഈ കളർ ചേഞ്ച് കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് വേസ് ആണ്. എക്സ്ട്രാ കളർ ഈ ഓറഞ്ച് അതേപോലെ ബ്ലൂ വെള്ള ഇതൊക്കെ സൈഡ് വേസ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ സൈഡ് വേസ് വന്ന് നമുക്ക് അവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ സോൺ മാറാൻ സ്ഥിതിക്ക് പേഷ്യൻസ് ഉണ്ട് അവിടെ ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഈ ലേറ്റസ്റ്റ് വേർഷൻ അടക്കം ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ 8ാമത്തെ സ്ട്രാറ്റജി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. ഇതിൽ തന്നെ ക്യാൻഡിൽസ്റ്റിക് വേർഷനിലേക്ക് സെറ്റ് ചെയ്യുക. അതേപോലെ പല ടൈപ്പ് വേറെയും ചാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒരു ഡെമോ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, താങ്ക് യു.